ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ സഫിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 ക്ലിപ്പുകൾ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിന് വിശദീകരണം എന്നവണ്ണം പല ആൾക്കാരും വീഡിയോകൾ ചെയ്യുന്നുണ്ട്. വിശ്വാസികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണല്ലോ. കാരണം ഇത്രയധികം കാലം അവർ വിശ്വസിച്ചു പോന്നിരുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ ഇവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹൃദയത്തിലാണ്. ആ ഒരു ബിംബം വീണുടയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒന്ന് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കും. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്യുമ്പോൾ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ന്യായീകരിക്കാവുന്നതിൻ്റെ പരമാവധി ന്യായീകരിക്കും. അത് ഒരു പൊതുവിലുള്ള ഒരു തത്വമാണ്. നമുക്ക് ന്യായീകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായീകരണം എം അക്ബറിൻ്റെതാണ്. അദ്ദേഹം ന്യായീകരണ തൊഴിലാളിയാണല്ലോ. അദ്ദേഹം പറഞ്ഞത്, യുദ്ധത്തിൽ അടിമകളെ പിടിക്കുകയും അവർക്ക് ഒരു ഇച്ചിരി ലൈംഗികത കിട്ടണ്ടേ, അതുകൊണ്ട് അവരുടെയും കൂടി ശാരീരിക പ്രകൃതിയോട് നീതി പുലർത്തത്തക്ക രൂപത്തിലാണ് അള്ളാഹു അത്തരമൊരു നിയമം ഉണ്ടാക്കിയത് എന്നാണ്. ഇനിയും അടിമകളായ പുരുഷന്മാർക്ക് അടിമകളായ സ്ത്രീകളെ കിട്ടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. തിരിച്ചുമാകാമല്ലോ. ഖദീജയെ പോലെയുള്ള ആൾക്കാർക്ക് അടിമ പുരുഷന്മാരെ കിട്ടിയാലും ഇതേ ന്യായീകരണം തന്നെ നിങ്ങൾ അവിടെ പറയുമോ? ഇല്ല, അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മളെപ്പോഴും ഏകപക്ഷീയമായി ചിന്തിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണല്ലോ. നമുക്കറിയാം, മുഹമ്മദ് നബി അല്ലാതെ എത്രയെത്ര യുദ്ധങ്ങൾ അതിനു മുമ്പും ശേഷവും നടന്നിരിക്കാം ലോകത്ത്. ഞാൻ മുഹമ്മദ് നബിയുടെ മക്കയിലെ കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്. എല്ലാവരും ഇതുപോലെ ഈ തോൽക്കുന്ന രാജ്യത്ത് നിന്ന് അടിമകളെ പിടിച്ചുകൊണ്ടുവന്ന് ഇതേ രൂപത്തിൽ ഉപയോഗിക്കുകയായിരുന്നു. എൻ്റെ ഒരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചതാ. അതായത് മുഹമ്മദ് നബിക്കു മുമ്പ് ഒരുപാട് രാജാക്കന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ട്. അവരൊക്കെ എതിരിട്ടിരുന്നത് യോദ്ധാക്കളുമായിട്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുക, അവിടെയുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് സുന്ദരിയായ പെണ്ണിനെ ആർക്ക് കിട്ടിയാലും അതിനെ വിലപേശിയെടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ളതിനെ തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊന്നുമുള്ള കച്ചവട ലാഭവും അതുപോലെ സ്വാർത്ഥ ശാരീരിക താല്പര്യങ്ങളും ഒന്നുമായിരുന്നില്ല മറ്റുള്ളവർ യുദ്ധം ചെയ്തിരുന്നതിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മുഹമ്മദ് നബി ചെയ്തതൊക്കെ എന്തായിരുന്നു? കൊള്ളയടി. ഒളിച്ചു നിന്നിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോകുമ്പോഴേക്ക്, പുരുഷന്മാരൊക്കെ വേറെ നാടുകളിൽ ജോലിക്ക് പോകുമ്പോഴേക്ക് അവിടെ ചാടിക്കേറുക, കൊള്ളയടിക്കുക, ആ കൊള്ള മുതലെടുക്കുക, സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കെട്ടിക്കൊണ്ടുവരിക, അവരെ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. നമുക്കറിയാം, നമുക്കറിയുന്ന ഒരു വ്യക്തിയെ നമുക്കതെടുക്കാം. അശോക ചക്രവർത്തി. അദ്ദേഹം യുദ്ധം ചെയ്തു. നമുക്കറിയുന്നതാണ് ആ യുദ്ധങ്ങളൊക്കെ. കലിംഗ യുദ്ധം പോലെയുള്ളതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. ഈ മുഹമ്മദ് നബിയെ പോലെ ചതിച്ചും ഒളിച്ചും കബളിപ്പിച്ചും അതുപോലെ വെട്ടിപ്പിടിച്ചും കൊള്ളയടിച്ചുമൊക്കെ ആയിരുന്നോ അവരൊക്കെ യുദ്ധം ജയിച്ചിരുന്നത്. ഒടുവിൽ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ആ യുദ്ധക്കളം കാണുകയും അവിടെ തളം കെട്ടിക്കിടക്കുന്ന ചോരയും നാശനഷ്ടങ്ങളും ഒക്കെ കണ്ട്, ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ഇനി എനിക്ക് എൻ്റെ സഹജീവികളെ സ്നേഹിക്കണം. അതുപോലെ അങ്ങനെ ഒരു നല്ല സാംസ്കാരിക പൈതൃകം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹമൊക്കെ എത്ര കണ്ട് മാറിയിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതിനുശേഷം നമുക്ക് ചില ഖുർആൻ വാചകങ്ങൾ കൂടി അതുമായി കൂട്ടി വായിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, അള്ളാഹു കാരുണ്യവാനായ റബ്ബാണോ അതോ സാഡിസ്റ്റ് മനോഭാവമുള്ള പടച്ച റബ്ബാണോ ഈ ഏഴാൻ ആകാശത്തിനപ്പുറത്ത്
മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്ന സിംഹാസനത്തിൽ ആരോഹണസ്ഥനായിരിക്കുന്ന ഈ പടച്ച റബ്ബ് കാരുണ്യം 7 അയലത്തു കൂടിയെങ്കിലും പോയിട്ടുള്ള ആളാണോ, പോയിട്ടുള്ള സൃഷ്ടാവാണോ? അതോ തന്റെ സൃഷ്ടികൾ പരസ്പരം വെട്ടിക്കൊല്ലുന്നതും കുത്തിക്കീറുന്നതും അമ്പെയ്യുന്നതും തല കൊയ്യുന്നതും കയ്യും കാലും മത്സരിച്ചരിഞ്ഞു വീഴ്ത്തുന്നതും ഒക്കെ കണ്ട് ആനന്ദിക്കുന്ന ഒരു രക്ഷിതാവാണോ എന്ന് നമുക്ക് ചില ഖുർആൻ വാചകങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കാം. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 38-ാമത്തെ വാചകമാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഒതുങ്ങിക്കളയുന്നു. പരലോകത്തിനു പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? എന്നാൽ പരലോകത്തിന്റെ മുമ്പിൽ ഇഹലോകത്തിലെ സുഖാനുഭവം തുച്ഛം മാത്രമാകുന്നു. കാരുണ്യവാനും കരുണാനിധിയും സകലതിനും കഴിവുള്ളവനുമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും സംഭവിക്കണമെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കില്ലേ? വീണ്ടും എന്തിനാണ് അള്ളാഹു മനുഷ്യനെ പരസ്പരം തമ്മിലടിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഇവിടെ എന്താണ് പറഞ്ഞത്? സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങാൻ പറഞ്ഞാല് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒതുങ്ങിക്കളയുന്നത്? അപ്പോ നിങ്ങൾ ഭൂമിയിൽ ഒതുങ്ങിക്കളയുന്നു. പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? അതായത് ഈ ലോകത്ത് നിങ്ങൾക്കുള്ള ഭാര്യമാർ, മക്കൾ, മാതാപിതാക്കൾ, സഹജീവികൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, ഇവരെയൊക്കെ കൊണ്ട് ഉള്ള ജീവിതമല്ല നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളത്. പരലോകത്ത് 72 ഹൂറികൾ, മദ്യപ്പുഴകൾ, പാലിന്റെയും തേനിന്റെയും നദികൾ, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് ശാശ്വതമായി വേണ്ടത്? അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പരസ്യം ചെയ്യുന്നതും ഞാൻ നിങ്ങളെ വിളിക്കുന്നതും. അതുകൊണ്ട് എന്റെ മാർഗത്തിൽ എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, എന്റെ മതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, എന്റെ മതത്തിലേക്ക് എല്ലാവരും ആയിത്തീരുന്നതിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണം. എനിക്ക് വേണ്ടി. ആരാ ചോദിക്കുന്നത്? പടച്ചോന് വേണ്ടി യുദ്ധം ചെയ്യാൻ. എന്നിട്ട് പടച്ചോൻ പറയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ലോകമുണ്ടല്ലോ, ഈ ലോകം, ഇതൊക്കെയാണോ നിങ്ങൾക്ക് ശാശ്വതം? ഇതുള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കാണോ? വേണ്ട, ഇതിൽ നിങ്ങൾ തൃപ്തിപ്പെടണ്ട. നിങ്ങൾക്ക് പരലോകമാണ് മോക്ഷം വേണ്ടത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കൊല്ലാനും ചാകാനും തയ്യാറാകണം. പടച്ചോൻ പറയാണേ. അപ്പോ പരലോകത്തെ സുഖാനുഭവത്തിന്റെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ ലോക ജീവിതത്തിന്റെ സുഖവുമായിട്ട് തുലോം തുച്ഛമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പരലോകത്തെ സുഖം എത്രമാത്രം വിശാലമാണെന്ന് എന്നാണ് പടച്ചോൻ പറയുന്നത്. നമുക്കിനി ഒരു ഖുർആൻ വാചകവും കൂടി നോക്കാം. നമ്മളിപ്പോ വായിച്ചത് 9-ാം അധ്യായത്തിലെ 38-ാമത്തെ വാചകമായിരുന്നു. ഇനിയുള്ളത് 39, അതിലേക്ക് ചേർത്ത് തന്നെ വായിക്കേണ്ടുന്ന വാചകമാണിത്. 39: നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. അവന് ഒരു ഉപദ്രവവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അതായത് യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറല്ലാതെ നിന്ന ആൾക്കാരോട് അള്ളാഹു ചോദിച്ചു, നിങ്ങൾക്ക് ഈ ലോക ജീവിതം കൊണ്ട് മതിയോ? ഇതൊന്നും നിങ്ങൾക്കൊന്നുമല്ല കേട്ടോ, ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. അതുകൊണ്ട് നിങ്ങൾ വേഗം പോയി കൊന്നോ ചത്തോ. ഇതിന് രണ്ടിനും വേണ്ടിയാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു വേറൊരു ഖുർആൻ വാചകത്തിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? ഇനിയും യുദ്ധത്തിന് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ തരും. യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ ആരാണ് ഈ പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? എന്ത് ചെയ്യാനാണ് പറയുന്നത്? പരസ്പരം കൊല്ലാനും കൊല്ലപ്പെടാനും. നിങ്ങൾ പോയി കൊല്ലുകയും ചാകുകയും, അതായത് കൊല്ലപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകും. ഇതൊക്കെയാണ് മാനസിക പീഡനം എന്ന് പറയുന്നത്. ബ്ലാക്ക്മെയിൽ ചെയ്യുക അള്ളാഹുവിന്റെ നമ്പർ 1 പീഡനമാണ് ഈ കാണുന്നത്, മാനസിക പീഡനം. അല്ലെങ്കിലേ മനുഷ്യൻ ജനിക്കുന്നത് മുതൽ പരലോകം, ഖുർആന്, പരലോകം, സ്വർഗം, നരകം, ശിക്ഷ, ഖബർ, ഇത് പറഞ്ഞ് പേടിപ്പിച്ചാണ് ഈ ആരാധനകളൊക്കെ പിഴിഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇനി നിങ്ങൾ യുദ്ധത്തിന് പോകാതിരുന്നാൽ അള്ളാഹു നിങ്ങളെ നശിപ്പിക്കും.
എന്നിട്ട് പകരം വേറൊരു ജനതയെ കൊണ്ടുവരും, ISIS പോലെയുള്ള ഒരു ജനതയെ കൊണ്ടുവരും. അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടും. ഇതിന് രണ്ടിനും മടിയില്ലാത്ത കൂട്ടരെയാണ് എനിക്ക് ആവശ്യം എന്ന് അള്ളാഹു പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവൻ ഒരു ഉപദ്രവവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. ഇത് അള്ളാഹുവിന് ചെയ്ത ഉപകാരമാണ്. ഉപദ്രവിക്കാൻ നിങ്ങൾക്കാവില്ല അള്ളാഹുവിന്, പക്ഷെ ഉപകാരം ചെയ്യാൻ പറ്റും. എങ്ങനെ ഉപകാരം? അള്ളാഹുവിന്റെ രാജ്യം സ്ഥാപിക്കാൻ, അള്ളാഹുവിന്റെ ലോകം സ്ഥാപിക്കാൻ, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാൻ. അപ്പോ മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. മനസ്സിലായില്ലേ? മതം പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നാണ് ഖുർആനിന്റെ അധ്യാപനം പറയുന്നത്. അപ്പോൾ എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവിന് ഉപദ്രവം ചെയ്യാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണെങ്കിൽ എന്തിനാണ് മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പരസ്പരം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യിക്കണം? ഇതിലെ പരസ്പര വൈരുദ്ധ്യം മുഴച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ടെങ്കിൽ എന്തിനാണ് മനുഷ്യനെ വാളെടുത്തുകൊണ്ട് പരസ്പരം ചോര ചിന്താൻ അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്? എങ്ങനെ? പ്രതിഫലം കൊടുത്തുകൊണ്ട്, പ്രലോഭിപ്പിച്ചുകൊണ്ട്, മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുമൊക്കെ. ഇതിന്റെയൊക്കെ ആവശ്യം സർവശക്തനായ രക്ഷിതാവിനുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ തന്തയ്ക്ക് വിളിയാ നമുക്ക് ആകെയുള്ള ഫലം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഏത് കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്. അള്ളാഹുവിന് കഴിവില്ല എന്ന് തന്നെയല്ല ഇതിൽ നിന്ന് തെളിയുന്നത്. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ലോകം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി, മതം പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ മനുഷ്യൻ പരസ്പരം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹു കഴിവില്ലാത്തവനായതുകൊണ്ടാണ്. കഴിവുള്ളവനാണെങ്കിൽ അള്ളാഹു ഭൂം എന്ന് വിചാരിച്ചാൽ തന്നെ അതങ്ങ് സാധിക്കില്ലേ? ഇനി നോക്കാനുണ്ട്, വാചകങ്ങൾ നോക്കാം. ഇവിടെ ഖുർആൻ 4-ാം അധ്യായം 74-ാമത്തെ വാചകം നോക്കൂ. ഇഹലോക ജീവിതത്തെ പരലോക ജീവിതത്തിന് പകരം വിൽക്കാൻ തയ്യാറുള്ളവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെട്ടാലും വിജയം നേടിയാലും നാം അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. ഇതിലും വലിയ ഓഫർ സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാകൂ. നമുക്ക് മറ്റൊരു ഖുർആൻ വാചകവും കൂടി നോക്കാനുണ്ട്. 3-ാം അധ്യായം 146-ാമത്തെ വാചകം. എത്രയെത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങൾക്കു നേരിട്ട യാതൊന്നുകൊണ്ടും അവർ തളർന്നില്ല. അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങിക്കൊടുക്കുകയോ ചെയ്തില്ല. അത്തരം ക്ഷമാശീലരെ അള്ളാഹു സ്നേഹിക്കുന്നു. അള്ളാഹു പ്രചോദനം നൽകുകയാണ് യുദ്ധം ചെയ്യാൻ. എത്രയെത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പലരും മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടൊന്നും അവർ പിന്നോട്ട് പോയിട്ടില്ല, അവർ തളർന്നിട്ടില്ല. അവരെന്നിട്ടൊരല്പം പോലും ദൗർബല്യവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന് അവരെ ശത്രുക്കൾക്കെതിരെ ഒതുങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടില്ല. അത്തരം ക്ഷമാശീലരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേഗം പോയി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യാൻ അള്ളാഹു ഇവിടെ പ്രേരണ നൽകുകയാണ്, പ്രലോഭനം ചെലുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും സാധിക്കുന്ന സർവശക്തനായ അള്ളാഹുവാണ് എന്നുകൂടി അടിവരയിട്ട് വായിക്കണം. ഈ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം കൂടി പറയണം. 9:29 വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. പൂർണ്ണമായല്ലോ. യുദ്ധം എന്തിനു വേണ്ടിയാണ് എന്നുകൂടി നമ്മൾ അറിയണം. 8-ാം അധ്യായം 39-ാമത്തെ വാചകം. കുഴപ്പമില്ലാതാവുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ്. എന്തിനാണ് യുദ്ധം എന്ന് മനസ്സിലായല്ലോ? കുഴപ്പമില്ലാതാക്കണം. അതായത് അള്ളാഹുവിനെതിരെ ഒരാളും വിമർശിക്കരുത്, പ്രവാചകനെ ഒരാളും വിമർശിക്കരുത്, പ്രവാചകനോട് ഒരാൾക്കും ശത്രുത തോന്നരുത്. എന്നിട്ട് മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി എല്ലാവരെയും പിടിച്ച് മുസ്ലിമാക്കിക്കോ, എല്ലാവരെയും ഇസ്ലാമിലാക്കിക്കോ, അതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നാണ് പടച്ചോൻ പറയുന്നത്. ഇനിയും യുദ്ധം ചെയ്യുന്നതിന് പിന്നിൽ അള്ളാഹുവിന് വേറെ ചില ലക്ഷ്യവുമുണ്ട്. 8:41 നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്നും അതിൻ്റെ 5-1 അള്ളാഹുവിനും റസൂലിനും. കഴിഞ്ഞല്ലോ. ഈ പടച്ചോൻ എന്തിനാണ് ഈ മനുഷ്യൻ്റെ സമ്പത്ത് യുദ്ധം ചെയ്യുന്നത്, കൊള്ളയടിക്കുന്നത്? ഇതിൻ്റെയൊക്കെ സമ്പത്ത് പടച്ചോനും വേണമെന്നാണ് പറഞ്ഞത്, അള്ളാഹുവിനും റസൂലിനും. ഇനി റസൂലിൻ്റെ അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കന്മാർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അതൊക്കെ നമുക്ക് മനസ്സിലായി. ഈ പടച്ചോൻ എന്തിനാണ് ഈ സമ്പത്ത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതിൻ്റെ ഉത്തരവൊന്ന് പറഞ്ഞു തന്നാൽ മതി.
നമ്മൾ ഈ വായിച്ച ഖുർആൻ വാചകങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാചകമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. ഇവിടെ അള്ളാഹു എന്താണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതായത് ഒരു യുദ്ധത്തിന് പോകാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു, അതനുസരിച്ചിട്ട് പ്രവാചകൻ ജനങ്ങളെ അറിയിക്കുന്നു, ദാ യുദ്ധത്തിന് പോകേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ ശത്രുക്കളായ ആൾക്കാരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു നമ്മളെ വിളിക്കുന്നുണ്ട്, പോകണം എന്ന് പറഞ്ഞപ്പോൾ നബിയുടെ അനുയായികളിൽ പല ആൾക്കാരും ജീവിച്ചു കൊതി തീരാത്തവർ, അവർക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ ചോര ചിന്താൻ താല്പര്യമില്ലാത്തവർ, അപരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ തയ്യാറാകാത്തവർ, മാനുഷിക മൂല്യങ്ങൾ ഹൃദയത്തിലുള്ളവർ ഒരുപക്ഷെ അതിന് തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ തന്നെ അള്ളാഹു ഖുർആൻ വാചകം ഇറക്കുന്നു. നബിക്ക് എപ്പോ ആയത്ത് വേണമെന്ന് തോന്നുന്നു അപ്പ ഇറക്കും ആയത്ത്. അങ്ങനെയാണ്. നബിക്ക് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ട് മോഹം തോന്നിയാൽ അപ്പൊ അള്ളാഹു ആയത്തിറക്കും. കാരണം നബിയുടെ ഇഷ്ടം, നബിയുടെ ചിന്തകൾ അനുസരിച്ച് അള്ളാഹു കാത്തിരിക്കുകയാണ് ആയത്തിറക്കുന്നതിന് വേണ്ടി. കാരണം മുഹമ്മദ് നബിക്ക് പറയാനുള്ളത് പറയാനാണല്ലോ അള്ളാഹുവിന്റെ ഫേക്ക് ഐ ഡി മുഹമ്മദ് നബി സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോ അള്ളാഹു അവതരിച്ചു. അള്ളാഹു സ്വർഗവും നരകവും പരലോകവും സ്വർഗീയ സുഖങ്ങളും നരക ശിക്ഷയും ഒക്കെ പറഞ്ഞ്, സ്വർഗം പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും നരകം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി നമുക്ക് ഈ ഖുർആൻ വാചകങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഇതിന് ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി ഡിഗ്രി എടുക്കണ്ട. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധാരണ മനുഷ്യന് മിനിമം തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് ശരിയാണ് എന്ന് തോന്നുന്നത്. ഇനിയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ആരെങ്കിലും ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ അങ്ങോട്ട് പ്രതിരോധം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി, സ്വയരക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ ജീവനും സ്വത്തും രാജ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രതിരോധ മാർഗത്തിന് വേണ്ടി ആയിരുന്നോ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഇക്കണ്ട രക്തം അത്രയും ചിന്തിയത്, ഇക്കണ്ട യുദ്ധങ്ങൾ അത്രയും ചെയ്തത് ഇതിനു വേണ്ടി ആയിരുന്നോ? അതായത് എന്താണ് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത്? നിങ്ങളോട് യുദ്ധത്തിന് പോകാൻ അനുമതി. കണ്ടില്ലേ? പ്രതിരോധത്തിന് വേണ്ടിയാണെങ്കിൽ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറാകുമോ? കാരണം നമ്മുടെ രാജ്യം, നമ്മൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബം, ഇതൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് തന്നെയല്ലേ ഏതൊരാളും മനസ്സിലാക്കൂ. കാരണം ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചങ്ങോട്ട് ആക്രമിക്കണമല്ലോ. അത് മനുഷ്യന്റെ സഹജമായ ഒരു പ്രതിരോധ മാർഗം കൂടിയാണല്ലോ. ഇതങ്ങനെയാണോ? ഇവിടെ എന്താണ് അള്ളാഹു പറഞ്ഞത്? യുദ്ധത്തിന് പോകാൻ അള്ളാഹു അനുമതി നൽകുകയാണ്. ഇതൊക്കെ ആ രാജ്യങ്ങൾ അവരുടെയൊക്കെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കി, ആ രാജ്യം കൊള്ളയടിച്ച് അവിടുത്തെ സ്വത്തുക്കൾ കൊണ്ടുവന്ന് അവിടുത്തെ സ്ത്രീകളെ ഭോഗിച്ച് നിങ്ങൾ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രക്ഷിതാവ്. അതായത് മുഹമ്മദ് നബിക്ക് സമ്പത്ത് വേണമെന്ന് തോന്നുമ്പോൾ നബിക്ക് കൊള്ളയടിക്കാൻ, നബിക്ക് ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളോട്, അല്ലെങ്കിലും നമുക്കൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണല്ലോ, അങ്ങനെ നബി ഒരു വെറൈറ്റി ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്ന് അടിമകളായ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്ന് യഥേഷ്ടം ഉപയോഗിക്കാൻ വീതിച്ചു നൽകുന്നതിൽ സുന്ദരികളായത് വേറെ ആർക്കെങ്കിലുമാണ് കിട്ടിയതെങ്കിൽ തനിക്ക് കിട്ടിയത് കൊടുത്തിട്ട് അവരുടെ വലങ്കൈ ഉടമപ്പെടുത്താൻ വേണ്ടി വെമ്പി നിൽക്കുന്ന, ധൃതി കാണിച്ചു നിൽക്കുന്ന ഒരു പ്രവാചകനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് അകലെയുള്ള ഗോത്രങ്ങളിൽ ചെന്ന് കൊള്ളയടിക്കുന്നു. യുദ്ധത്തിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ ഒതുങ്ങിയിരുന്ന് തിന്ന് സമ്പത്ത് തീരുമ്പോൾ അയൽ രാജ്യത്ത് പോയി സമ്പത്ത് ആവശ്യമെങ്കിൽ പോയി കൊള്ളയടിക്കണം. ആ സമയത്ത് തന്റെ അനുയായികളും ഒന്നിച്ച് അനുയായികളോട് സ്വർഗവും നരകവും കാണിച്ച്, സ്വർഗം കാണിച്ച് പ്രലോഭിപ്പിച്ചും നരകം കാണിച്ച് ഭയപ്പെടുത്തിയും അവരെ ഈ കൊള്ളയടിക്ക് കൂട്ടുനിൽക്കുന്നു. എന്നിട്ട് കിട്ടിയ പെണ്ണുങ്ങളെ അനുയായികൾക്കും കൂടി വീതിച്ചു നൽകുന്നു. അവരുമൊക്കെയായി സംതൃപ്തമായി കഴിഞ്ഞുകൂടിയ ഒരു പ്രവാചകനാണോ മാനവരിൽ മഹോന്നതൻ? ഈ പ്രവാചകനിൽ എന്ത് തരത്തിലുള്ള മാതൃകയാണുള്ളത്? അവരെ നിർബന്ധിക്കുന്നു യുദ്ധത്തിന് വേണ്ടി. സഹജീവികളുടെ കഴുത്ത് വെട്ടി അവരുടെ ജീവനും സമ്പത്തും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരെ പ്രലോഭിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഭീഷണിയല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കാരണം നിങ്ങൾ അവിടെ പോയി കൊല്ലാനും ചാകാനും, കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ ഒരു ജനതയെ അല്ലാഹു കൊണ്ടുവരും. എന്തിന്?
കൊല്ലാനും കൊല്ലപ്പെടാനും. കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ കഴിവ് ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന് തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അവരെ നശിപ്പിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ മലക്കുകളെ ഇറക്കാൻ പറ്റും, പക്ഷികളെ ഇറക്കാൻ പറ്റും, നല്ല ചുട്ടുപഴുത്ത കല്ലുകൾ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഇറക്കിയ ചരിത്രങ്ങളും ഇസ്ലാമിലുണ്ട്. ഇങ്ങനെയൊക്കെ പരസ്പരം മനുഷ്യന്മാർ കുത്തിയും വെട്ടിയും മരിക്കുന്നത് ഏഴാനാകാശത്തിനപ്പുറത്തിരുന്ന് സിംഹാസനത്തിലിരുന്ന് കണ്ടാസ്വദിക്കുന്ന ഒരു രക്ഷിതാവാണല്ലോ മാനവരിൽ മഹോന്നതൻ എന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നെ ഒരു സമാധാനം. ഒരു ഖുർആൻ വാചകവും കൂടി ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയ അധ്യായം 9-ാം അധ്യായമായ സൂറത്ത് തൗബയാണ്. തൗബയിലെ തന്നെ 111-ാമത്തെ വാചകവും കൂടി നമുക്ക് ഈ വിഷയബന്ധമായി ഒന്ന് നോക്കേണ്ടതുണ്ട്. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സ്വർഗാവകാശികളാകുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും തൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനമത്രേ അത്. അള്ളാഹുവേക്കാൾ അധികം തൻ്റെ കരാർ നിറവേറ്റുന്നവനായി ആരുണ്ട്? അതിനാൽ നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ആ ഇടപാടിൽ സന്തോഷം കൊള്ളുവിൻ. അതുതന്നെയാണ് മഹത്തായ ഭാഗ്യം. എക്കാലത്തെയും അനിഷേധ്യമായി പിന്തുടരപ്പെടേണ്ടുന്ന പ്രവാചകൻ, എക്കാലത്തേക്കും മാർഗദർശനമായി അള്ളാഹു ലോക ജനങ്ങൾക്കു നൽകിയ മാർഗദർശനം, അതാണ് ഖുർആൻ. യഹ്ദി ലില്ലദീ ഹിയ അഖ്വം, വളഞ്ഞ വഴിയെ നടക്കുന്നവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി അള്ളാഹു ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? 9-ാം അധ്യായത്തിലെ 111-ാമത്തെ വാചകത്തിൽ സത്യവിശ്വാസികളിൽ നിന്ന്, അതായത് ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹ്മുൽ ജന്ന, സത്യവിശ്വാസികളിൽ നിന്ന്, അതായത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് സ്വർഗം കൊടുക്കുന്നതിന് പകരമായി അവരുടെ ശരീരവും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. നമ്മൾ കപ്പലണ്ടി മിഠായി കൊടുത്തിട്ട് ഗ്യാസ് മിഠായി വാങ്ങിക്കുന്നത് പോലെ അള്ളാഹു എന്ത് ചെയ്തു? പരലോകത്ത് ഇവർക്ക് സ്വർഗവും സ്വർഗത്തിന്റെ അനുഭൂതികളും ഹൂറികളും മദ്യപ്പുഴകളും പാലും തേനും ഒഴുകുന്ന നദികളും മന്നയും സൽവയും കാടാപ്പക്ഷിയുടെ സ്പൈസിയായ ഇറച്ചിയും മീനിന്റെ നല്ല സ്പൈസിയായി പൊരിച്ചെടുത്ത കരളും ഇതൊക്കെ നൽകുന്നത് കൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് സുഖമായി നിങ്ങളുടെ മാതാപിതാക്കളോടും സന്താനങ്ങളോടും സഹോദരങ്ങളോടും ഇണകളോടുമൊപ്പം ജീവിക്കണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലുക കൊല്ലപ്പെടുക എന്നതിനു പകരമായി ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ശരീരവും സമ്പത്തും എനിക്കു നൽകണം. അതിന് പകരം ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. സമ്പത്ത് എന്തിനാണ്? എൻ്റെ രാജ്യം സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചില യുദ്ധക്കോപ്പുകളൊക്കെ അനിവാര്യമല്ലേ? അതുപോലെ യാത്രാ സാമഗ്രികളൊക്കെ വേണ്ടേ? അവരെ കൊല്ലണമെങ്കിൽ നിങ്ങൾക്ക് വാളും മറ്റു കാര്യങ്ങളും ഒക്കെ വേണമല്ലോ, യുദ്ധത്തിന് വേണ്ടുന്ന യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നിങ്ങൾ എൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം. പിന്നോ നിങ്ങളുടെ ശരീരം എനിക്ക് നൽകണം. നിങ്ങൾ അവിടെ പോയി പൊട്ടിത്തെറിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ധനവും നിങ്ങളുടെ ശരീരവും എനിക്ക് നൽകണം എന്ന് ആരാ പറയുന്നത്? ആരെയും ആശ്രയിക്കേണ്ടാത്തവനായ അള്ളാഹു സ്വമദ്, അള്ളാഹു നിരാശ്രയനാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ വേദനാകരമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ വായിച്ച ഖുർആൻ വാചകത്തിലുള്ളത്. അപ്പോ അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? അള്ളാഹു അവരുടെ ശരീരവും സമ്പത്തും എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗം കൊടുക്കും. അങ്ങനെ ഇവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഖുർആൻ വാചകം നിങ്ങൾ കണ്ടതാണ്. അപ്പോ ഈ കൊന്നാലും കൊല്ലപ്പെട്ടാലും ഇവർക്ക് സ്വർഗമാണ്. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എത്ര സ്വർഗം മുഹമ്മദ് നബിക്ക് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് നബിയുടെ അനുയായികൾക്കും. അപ്പോൾ തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും തൻ്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദാനമത്രേ അത്. എന്ത്? ശരീരവും സമ്പത്തും എടുത്തിട്ട് സ്വർഗം കൊടുക്കുക എന്നുള്ളത്. അള്ളാഹുവേക്കാളധികം
തന്റെ കരാറ് നിറവേറ്റുന്നവനായി ആരുമില്ല. കാരണം അള്ളാഹു തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും ഒക്കെ പറഞ്ഞതാണ്, നിങ്ങളുടെ ശരീരവും സമ്പത്തും എനിക്ക് തരണം കേട്ടോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. കാരണം അള്ളാഹുവിനൊന്നും വേണ്ടെങ്കിലും അള്ളാഹു കുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെങ്കിലും കുന്നെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു വസ്തുതയും ഈ ലോകത്തില്ല, ഖുർആനിലുമില്ല. എന്നാലും ഇഞ്ചീലിലും തൗറാത്തിലും ഖുർആനിലും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് അള്ളാഹു അത് പ്രാവർത്തികമാക്കണമല്ലോ. കാരണം അള്ളാഹു പറയുന്ന വാഗ്ദാനം സത്യമാണ്. അള്ളാഹു പറയുന്നത് സത്യസന്ധമാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു നിറവേറ്റുക തന്നെ ചെയ്യും. കാരണം അള്ളാഹുവിനേക്കാളേറെ കരാർ നിറവേറ്റുന്നവൻ ആരുണ്ട്? നിങ്ങൾ കൊന്നോ കൊല്ലപ്പെട്ടോ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അള്ളാഹു കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പ്രാവർത്തികമാക്കാനും കഴിവുള്ളവനാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുമായിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഇടപാടുണ്ടല്ലോ, എന്ത്? നിങ്ങളുടെ സമ്പത്ത്, ശരീരം എനിക്ക് തരണം, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. ഇതാണ് ആ ഇടപാട്. ആ ഇടപാടിൽ നിങ്ങൾ സന്തോഷിച്ചോ? കാരണം അതൊരു മഹാഭാഗ്യമാണ്. അള്ളാഹുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സിവിൽ കോൺട്രാക്ട് ഇല്ലേ, അത് നിങ്ങൾക്ക് ഭാഗ്യമാണ്. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി കൊന്നോളൂ, കൊല്ലപ്പെട്ടോളൂ. അള്ളാഹു സാഡിസ്റ്റ് ആണോ അല്ലേ എന്നിത് കേൾക്കുന്നവർ പറയട്ടെ. നന്ദി.